ഹലോ ഓൾ, വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങളും പോയി ഒരു ക്രൂസ് ഡിന്നറിന്. ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി, നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അത്. ആസ് ഓൾവേസ് മിറർ കണ്ട ഞാൻ അപ്പം അവിടെ സ്റ്റെക്കാവും. ദുബായ് ക്രീക്കിൽ അൽസീഫിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 hours ക്രൂസിൽ, അതായിരുന്നു പ്ലാൻ. വാലന്റൈൻസ് ഡേ സ്പെഷ്യലാക്കാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ക്രൂസിലേക്ക് പോയത്. ICL ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുൾ ടീം അവിടെ എത്തി സെറ്റായി ഇരുന്നു. ഇതാണ് നമ്മളെ ഇച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഥ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ചേച്ചി എത്തി വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. വെൽക്കം ഡ്രിങ്ക് കുടിക്കണേലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കലും പോസ്റ്റ് ചെയ്യലും. പിന്നെ എല്ലാവരും തുടങ്ങി, ഒന്നും പറയാനില്ല, റൊമാൻറ്റിക് ഫോട്ടോഷൂട്ടായിരുന്നു പിന്നെ നടന്നത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ക്രൂസ് സ്റ്റാർട്ടായി. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത പരിപാടി അവിടെ സ്റ്റാർട്ടായി. ആളിതും കറക്കി നമ്മളെ അടുത്തേക്കൊക്കെ വന്നുട്ടാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കൗണ്ടർ ഓപ്പണായി. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ച് പടച്ചു എല്ലാവരും. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. കുറേ അധികം വെറൈറ്റി ഓഫ് ഫുഡ്സും അവിടെ ഉണ്ടായിരുന്നു. ബ്രെഡാണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും അങ്ങനെയല്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഐറ്റം വന്നു. കുറേ അധികം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും എൻജോയ് ആക്കാനും എൻ്റർടൈൻ ആക്കാനും വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി ഇറങ്ങി. പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല, കലക്കൻ ഡാൻസ്. ആളുടെ എനർജിയും ഡാൻസും കണ്ട് എല്ലാവരും ഒന്ന് അന്തം വിട്ടു. ഒന്ന് കണ്ടോക്കിയേ. ആളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ അടുത്താളെത്തി. പിന്നെ എല്ലാവരും ചറപറ ഡാൻസ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. ഞങ്ങൾ ഫുൾ ഫാമിലി ഒന്നും നോക്കിയില്ല, ഫുൾ ഡാൻസ് ആയിരുന്നു. എല്ലാവരും ഒരേ വൈബ്, ഒരു രക്ഷയില്ല, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മാമി ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ആള് പോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 2 hours ക്രൂസിൽ. അപ്പോൾ ഓക്കെ, ബൈ.